जयो बिहारी जय राम माधव जयो कुंज बिहारी जयो गोविंद वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो गोविंद वल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोधनंदना जयो ब्रजनंदना जयो यशोधनंदना जयो ब्रजनंदना जयो यमुनतीरवनचारी जयो हरे कृष्ण कुंज जयो यमुनतीरवनचारी जयो कुंज बिहारी हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय जगन्नाथ जय जगन्नाथ बलदेव जय सुभद्रा माई जय जगन्नाथ जय जगन्नाथ बलदेव जय सुभद्रा माई जय गौरानी जय गौरानी गौरानी जय गौरानी जय गौरानी जय गौरानी 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 जय जय प्रभुपाद 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 जय प्रभुपाद जय हरिनाम संकीर्तन महायज्ञ की जय। श्रीमद् भागवतम भगवद गीता पढ़ने की जय। श्रीला प्रभुपाद की जय। श्री गुरुदेव की जय। गौर ब्रह्मण्य ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധം അവതാരിക 54-ാമത്തെ പേജ് മലയാളം. ഞാൻ വായിക്കാം, ഭക്തന്മാർ കേൾക്കുക. ഭക്തിത്വ സേവനം 2 വിഭാഗങ്ങളിലായി നിർവഹിക്കപ്പെടുന്നു. പ്രാഥമിക അഭ്യാസത്തിലൂടെയും സ്വതസിദ്ധമായ ഭാവഭേദങ്ങളിലൂടെയും. സ്വതസിദ്ധമായ ഭാവങ്ങളിലേക്ക് ഉയർന്ന ഒരാൾക്ക് ആത്മീയ അഭിനിവേശം, അനുഭൂതി, പ്രേമം എന്നു തുടങ്ങിയ ഭക്തിത്വ സേവനത്തിന്റെ വർണ്ണനാതീതമായ ഉന്നത ഘട്ടങ്ങളിലേക്കുള്ള പുരോഗതി പ്രാപിക്കാം.
ശ്രീല രൂപഗോസ്വാമിയുടെ ഭക്തി രസാമൃത സിന്ധു എന്ന പ്രമാണത്തെ ആസ്പദമാക്കിയുള്ള ഭക്തി രസാമൃതം എന്ന പുസ്തകത്തിൽ ഈ ഭക്തിയുക്ത സേവന ശാസ്ത്രത്തെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതീന്ദ്രിയ ഭക്തിയുക്ത സേവനത്തിന് 5 ഘട്ടങ്ങളായുള്ള പരസ്പര പൂരകങ്ങൾ ഉണ്ട്. അതിൽ ഒന്ന്, ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ ഉടനെയുള്ള ആത്മസാക്ഷാത്കാര അവസ്ഥയെ ശാന്തം അഥവാ നിഷ്ക്രിയ അവസ്ഥ എന്ന് വിശേഷിപ്പിക്കുന്നു. 2, അനന്തരം ഭഗവാന്റെ ആന്തരിക ഐശ്വര്യങ്ങളെ കുറിച്ചുള്ള അതീന്ദ്രിയ ജ്ഞാനം കൈവരിക്കുന്ന ഭക്തൻ ദാസഭാവത്തിൽ ഒഴുകുന്നു. 3, ദാസ്യഭാവത്തിൽ ഉന്നത പുരോഗതി പ്രാപിച്ച ഭക്തന് ഭഗവാനുമായി ആദരവ് കലർന്ന സഹോദര ഭാവം വളരുകയും അതിനുപരി സമാന പര്യന്തമായ മൈത്രി ഭാവം പ്രകടമാവുകയും ചെയ്യുന്നു. ഈ 2 അവസ്ഥകളും സഖ്യഭാവം അഥവാ സൗഹൃദത്തിലുള്ള ഭക്തിയുക്ത സേവനം എന്ന് അറിയപ്പെടുന്നു. 4, സഖ്യഭാവത്തിന് ഉപരിയായി ഭഗവാനോടുള്ള മാതൃഹൃത് സ്നേഹവാത്സ അവസ്ഥയെയാണ് അടുത്ത ഘട്ടമായ വാത്സല്യഭാവം. 5, ഇതിനും ഉപരിയാണ് അന്തിമഘട്ടമായ മാധുര്യഭാവം. മേൽപ്പറഞ്ഞ 4 ഭാവങ്ങൾക്കും തമ്മിൽ പ്രത്യേകിച്ച് ഗുണഭേദം ഒന്നുമില്ലെങ്കിലും ഭഗവത് പ്രേമ അവസ്ഥയുടെ പരമോന്നതമായ അവസ്ഥയാണ് മാധുര്യഭാവം. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാഗതാമ്യഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരുൻ വൈഷ്ണവാം ച. ശ്രീരൂപം സാഗ്രജാതം സഹഗണാ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീ വിശാഹാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ കാന്ത രാധാ കാന്ത നമസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗോർദിശേ നമഃ. നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണ്യഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപിതരൂപേച്ഛ കൃപാസിന്ധുഭ്യേവ ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുദായ കൃഷ്ണപ്രഷ്ടായ ശ്രീമതി മഹാവിഷ്ണു ഗോസ്വാമിനാമിനെ നമാമി മൂർധന്യ ചരണാരവിന്ദേ. ശ്രീ ഭാഗവത സ്മൃതി ശ്രീ പ്രചാരണേ ലോകധാരണേ ശ്രീ മഹാവിഷ്ണു ഗോസ്വാമിനാമി. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ. ഇന്ന് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലെ അവതാരികയിൽ 54-ാമത്തെ പേജ് മലയാളം വായിക്കുകയാണ്. 1-ാം സ്കന്ധത്തില്. ഇന്നലെ നമുക്ക് പല കാരണങ്ങളാൽ ക്ലാസ് ഉണ്ടാവാൻ കഴിഞ്ഞില്ല. എല്ലാ ദിവസവും നിത്യം ഭാഗവത സേവ എന്നാണ് പറയുന്നത്. നമുക്ക് നിത്യവും ഭാഗവതം ക്ലാസ്സും കേൾക്കാനും എടുക്കാനുമുള്ള ഭാഗ്യം ഭഗവാൻ നമുക്ക് തരട്ടെ. എല്ലാ ഭക്തജനങ്ങളും ക്ലാസ് എടുക്കാനായിട്ടും കൂടെ മുന്നോട്ട് വരേണ്ടതാണ്. എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഭാഗവതം എന്നുള്ള വലിയൊരു സംരംഭം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഡെയിലി ഭാഗവതം ക്ലാസ് നമ്മൾ 1-ാം ശ്ലോകം 1-ാം അധ്യായം അവതാരിക മുതൽ തുടങ്ങി
18,000 ശ്ലോകവും കേൾക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും കിട്ടണമെങ്കിൽ നമ്മൾ ഡെയിലി ക്ലാസ് മുടങ്ങാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പരമാവധി ഞാനും മുന്നോട്ട് വരാൻ ശ്രമിക്കാം. എല്ലാ ഭക്തന്മാരും ക്ലാസ് എടുക്കാൻ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ മഹനീയമായ ഈ സംരംഭം, ഈ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. തീർച്ചയായിട്ടും നമ്മുടെ ഗുരുവും ശ്രീല പ്രഭുപാദരും ഗുരു പരമ്പരയും അങ്ങനെ ഒരു ഉദ്യമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഹാപ്പി ആവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഭക്തിയുക്ത സേവനം 2 വിഭാഗങ്ങളായാണ് നിർവഹിക്കപ്പെടുന്നത്. ഭഗവാനെ നമ്മൾ സേവ ചെയ്യുന്നത് 2 രീതിയിലാണ് നിർവഹിക്കപ്പെടുന്നത്. അതിൽ ഒന്ന് എന്താണ് നമുക്ക് നോക്കാം. ഒന്ന് പ്രാഥമിക അഭ്യാസം. നമ്മളൊക്കെ ചെയ്യുന്നത് പ്രാഥമിക അഭ്യാസം. 2 സ്വതസിദ്ധമായ ഭാവഭേദങ്ങളിലൂടെയുള്ള ഭഗവാന്റെ സേവനം. അത് 2ാമത്തെ സ്റ്റേജാണ്. 1ാമത്തെ സ്റ്റേജിനെ നമുക്ക് വേണമെങ്കിൽ പറയാം സാധനാ ഭക്തി എന്ന് പറയാം. 2ാമത്തെ സ്റ്റേജിലേക്കുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ പ്രേമത്തോടു കൂടിയുള്ള ഭക്തിയുക്ത ഭഗവത് സേവനം. അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണ്. സാധനാ ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എഫോർട്ട് ഇട്ട് കുത്തിയിരുന്ന് നാമം ജപിക്കുകയും മെനക്കെട്ട് നമ്മൾ അതിനുവേണ്ടി എഫോർട്ട് ഇടുകയും ചെയ്യണം. 2ാമത്തെ സ്റ്റേജിൽ നമ്മൾ മെനക്കേട് അതിനകത്ത് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ നാച്ചുറലി അതിനകത്ത് നമ്മൾ ഇൻവോൾവ് ആയിക്കോളും. അത് 2ാമത്തെ സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഭൗതികമായ മാലിന്യം നമുക്കുള്ളത് കൊണ്ട് നമുക്കൊരു എഫോർട്ട് എക്സ്ട്രാ ഇടുന്നതായിട്ട് ഫീൽ ചെയ്യും. 2ാമത്തെ സ്റ്റേജിൽ പ്രേമത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതൊരു എഫോർട്ട് ഇടുന്നതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അത് നാച്ചുറൽ ഭാവത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജ്, അതായത് ശുദ്ധ ഭക്തിയുക്ത ഭഗവത് സേവനത്തിൽ എത്തിക്കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് എഫോർട്ട് തോന്നത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ അതിന്റെ ഒരു ക്ലൂ നമുക്കിപ്പോൾ കിട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ ക്ലൂ, ഒരു ക്ലൂ, വിട്ടുപോയ ചങ്ങലയുടെ ഒരു ഭാഗം നമുക്ക് കിട്ടുമ്പോഴുള്ള ഒരു ആത്മസംതൃപ്തി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വീട്ടില് നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമ്മൾ, അതായത് ഉദാഹരണത്തിന് നമ്മൾ വീട്ടിലെ തറ തുടയ്ക്കുന്നതും വീട്ടിലെ ആഹാരം വയ്ക്കുന്നതും ഒക്കെ നമുക്ക് അതൊരു ഭാരമാണ്, നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേ ജോലി നമ്മൾ ക്ഷേത്രത്തിൽ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭാരമായിട്ട് ഫീൽ ചെയ്യില്ല. എന്തോ ഒരു ആത്മസംതൃപ്തിയാണ് ആ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്താണ് അതിന് കാരണം? അതിന് കാരണം ഒന്ന്, നമ്മൾ എഫോർട്ട് ഇടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. 2ാമത്തെ കാര്യം, ഭഗവാന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. എന്നാൽ ഭക്തിയിൽ തന്നെ നമ്മൾ ഭഗവാന് വേണ്ടി ചെയ്യുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഒരു നാച്ചുറലി ആദ്യത്തെ സ്റ്റേജിൽ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് മാനസികമായിട്ട് ഫീൽ ചെയ്തേക്കാം, ഒരു ജോലിയായിട്ട് ഫീൽ ചെയ്തേക്കാം. എന്നാൽ നെക്സ്റ്റ് സ്റ്റേജിൽ വളരെ ആത്മാർത്ഥമായി നമ്മൾ ചെയ്യുന്ന ഒരു സേവയായതുകൊണ്ട്, ഉള്ളു തട്ടിയ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്നതുകൊണ്ട് അതൊരു ഭാരമായിട്ടേ ഫീൽ ചെയ്തു. ഉദാഹരണത്തിന് വേറൊരു രീതിയിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഹസ്ബൻഡിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഭാര്യമാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതേ ആഹാരം മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അവർ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ല. നാച്ചുറലി അവർ അത് ഉണ്ടാക്കും. അതൊരു ഭാരമല്ല അവർക്ക്, അവർ സന്തോഷമായിട്ട് അത് ചെയ്യും. അപ്പോൾ രണ്ടും ഒരേ പ്രവൃത്തിയാണെങ്കിലും മാനസികാവസ്ഥയുള്ള ഒരു വ്യത്യാസം എന്നതുപോലെ ഭക്തിയുക്ത ഭഗവത് സേവനത്തിലെ പ്രാരംഭ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭഗവാനുള്ള സാധന ഭക്തി സ്റ്റേജിൽ ഉള്ളതാണ് 1ാമത്തെ ഭക്തിയുക്ത സേവനം. 2ാമത്തെ ഭക്തിയുക്ത സേവനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്വതസിദ്ധമായ ശൈലിയിലുള്ള ഭഗവാനോടുള്ള ബന്ധം റീ എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം നാച്ചുറലി നമ്മൾ പ്രേമത്തോടു കൂടി ഭഗവാനെ ചെയ്യുന്ന 2ാമത്തെ സ്റ്റേജ് ഓഫ് ഭക്തിയുക്ത ഭഗവത് സേവനം. ഇതാണ് ഇന്നത്തെ ഈ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാധനാ ഭക്തിയിലൂടെ മാത്രമേ ഒരു ബദ്ധ ജീവാത്മാവിനെ ശുദ്ധ ഭക്തിയുക്ത സേവനത്തിലേക്ക് ഉയരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ആചാര്യന്മാര് വിധിച്ചിട്ടുള്ളത് പോലത്തെ റെഗുലർ ആയിട്ടുള്ള സാധനാ ക്രമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. അതിരാവിലെ ഇരിക്കുക, 16 മാല എണ്ണമെടുത്ത് ജപിക്കുക, തീർച്ചയായിട്ടും ഭഗവാന് നിവേദിച്ച പ്രസാദം കഴിക്കുക, തുളസി ആരാധന ചെയ്യുക, മംഗളാരതി ചെയ്യുക, അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസിൽ പങ്കെടുക്കുക, ഭാഗവത ഭഗവത്ഗീത ഇത് സിസ്റ്റമാറ്റിക്കലി വായിക്കുകയും പഠിക്കുകയും നോട്ട് എഴുതുകയും ചെയ്യുക. ഇതൊക്കെ സാധന ഭക്തിയുടെ കർമ്മക്രമങ്ങളാണ്. എന്നാൽ നാച്ചുറൽ ഭക്തിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഭാവം എന്ന് പറയുന്നത് ഒരു അഭിനിവേശം, ആത്മീയ അഭിനിവേശം, ആത്മീയ അനുഭൂതി, ആത്മീയ പ്രേമം എന്നൊക്കെ പറയുന്നത്. അത് ശരിക്കും നമുക്ക് ഇപ്പോ ഈ സ്റ്റേജിൽ അറിയില്ല. അത് അടുത്ത ലെവലാണ്. അപ്പൊ അശുദ്ധ ഭക്തി, ഉന്നത അധികാരി ഭക്തന്മാരിൽ ആ സിംറ്റംസ് കാണാം. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ശ്രീല പ്രഭുപാദർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാച്ചുറലി വരാതെ നമ്മൾ അത് അങ്ങനെയൊക്കെയുള്ള ഭാവം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കും എന്നതുപോലെ ആയിപ്പോകും. അതായത് നാച്ചുറലി പഴുത്ത് വരുന്ന ഒരു മാമ്പഴത്തിന് ഉണ്ടാവുന്ന സ്വാദ് ഒരിക്കലും നെക്കി പഴുപ്പിച്ച ഒരു മാമ്പഴത്തിന് ഉണ്ടാവത്തില്ല എന്നതുപോലെ
നമ്മൾ ശുദ്ധ ഭക്തിയുക്ത ഭഗവത് സേവനം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അത് നാച്ചുറൽ ആയിട്ടുള്ള ആനന്ദം നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ടത് ബദ്ധജീവാത്മാവായതുകൊണ്ട് കോടാനുകോടി ജന്മങ്ങളിലൂടെ ഉരുതിരിഞ്ഞു വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് ഉള്ളത് കൊണ്ട്, നമ്മളൊരു മുക്താത്മാവ് അല്ലാത്തത് കൊണ്ട് നമ്മൾ സാധനാ ഭക്തി തന്നെ ഫോളോ ചെയ്യണം എന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. അതല്ല നമ്മൾ ശുദ്ധ ഭക്തിയുക്ത സേവനത്തിന്റെ ടോപ്പ് മോസ്റ്റ് ഭാവം നമ്മൾ ബേസ് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് സഹജിയാസ്. അപ്പൊ അവർക്ക് നാച്ചുറലി ഭക്തി ഇല്ലെങ്കിൽ കൂടി നാച്ചുറലി ശുദ്ധഭക്തി ഉള്ളതുപോലെ അവര് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവരെ പ്രഭുപാദ് സഹജിയാസ് എന്നുള്ള പേരിട്ടാണ് വിളിക്കുന്നത്. അത് പാടില്ല എന്ന് പ്രഭുപാദ് വിലക്കിയിട്ടുണ്ട്. അപ്പൊ നാച്ചുറലായിട്ട് വരുന്ന രീതിയിൽ ഭക്തി ഉയർന്നു വരുന്ന രീതിയിൽ നമുക്ക് സാധനാ ഭക്തിയോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ശുദ്ധ ഭക്തിയുക്ത പ്രേമം ഉണർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമ്മൾ മംഗളാരതി കഴിഞ്ഞിട്ട് നമ്മൾ നമസ്കരിക്കും. അവസാനം വൈഷ്ണവ പ്രണാമിന് മുമ്പ് പറയും നമ്മളെന്താ കൃഷ്ണന്റെ ഭക്തിയുക്ത ഭഗവത് സേവനം അല്ലെ, കൃഷ്ണനിൽ പ്രേമഭക്തി ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നമ്മൾ അവസാന വാഞ്ചാകൽപ്പം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിൽ ഈ കൃഷ്ണനിലുള്ള പ്രേമഭക്തി എന്നുള്ളത് നാച്ചുറലായിട്ട് ഉണ്ടാവേണ്ടതാണ്, അത് നെക്കി പഴിപ്പിച്ച് ഉണ്ടാക്കേണ്ടതാണ്. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിന്റെ ഭാഗമായി നമ്മൾ സാധന ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാലക്രമേണ നമ്മൾ ശുദ്ധ ഭക്തിയുക്ത സേവനത്തിലേക്ക് ഉയർന്നുകൊള്ളും എന്നാണ് ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞ് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഇനി ഭക്തിയുക്ത ഭഗവത് സേവനത്തിന്റെ ഉയർച്ചകളിൽ നമുക്ക് ഭഗവാനായിട്ടുള്ള ശാശ്വത ബന്ധം നമുക്ക് വെളിപ്പെട്ട് കിട്ടും. നമുക്ക് ബോധമണ്ഡലത്തിൽ ഭഗവാനായിട്ടുള്ള യഥാർത്ഥ നമ്മുടെ ബന്ധം എന്തെന്ന് നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. അതാണ് പറയുന്നത് നമ്മുടെ ആ ഒരു അവസ്ഥയുടെ പേരാണ് സ്വരൂപം. നമ്മുടെ ശരിയായ സ്വരൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജീവേന സ്വരൂപാഹി കൃഷ്ണേന നിത്യദാസ. ജീവന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസൻ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ യഥാർത്ഥ സ്വരൂപാവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാനെ ആത്മാർത്ഥമായി സേവിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ആ സ്വരൂപ സിദ്ധി എന്നാണ് പറയുന്നത്. ആ സ്വരൂപത്തിനെ കുറിച്ച് തിരിച്ചറിയുന്നുള്ള ആ അവസ്ഥയെയാണ് സ്വരൂപസിദ്ധി എന്ന് പറയുന്നത്. ആ സ്വരൂപസിദ്ധിയെ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഭക്തിയുക്ത ഭഗവത് സേവനം ഒരിക്കലും ഭാരമുള്ളതായിരിക്കില്ല. അതാണ് ശുദ്ധ ഭക്തിയുക്ത സേവനം എന്ന് പറയുന്നത്. നാച്ചുറലി നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, സ്പിരിച്വൽ കാര്യങ്ങൾ ചില ആൾക്കാർ കേൾക്കുമ്പോൾ ചില ആൾക്കാർക്ക് കുറെയൊക്കെ മനസ്സിലാവും, ചില ആൾക്കാർക്ക് എന്തോ ഒരു ചർച്ച നടക്കുന്നു എന്ന് മനസ്സിലാവും, ചില ആൾക്കാർ കേട്ടിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല എന്ന അവസ്ഥയുണ്ട്. അതൊക്കെ പൂർവ്വജന്മത്തിൽ ആർജിത കർമ്മത്തിന്റെ ജ്ഞാനത്തിന്റെ ഫലമാണ്. റിയലൈസേഷൻ എന്നാണ് അതിന് പറയുന്നത്. റിയലൈസേഷൻ ഉണ്ടാവുന്നതും തിയറിറ്റിക്കലായിട്ട് മനസ്സിലാക്കുന്നതും രണ്ടാണ്. അപ്പോൾ റിയലൈസേഷനിൽ വരുമ്പോഴാണ് ഈ സ്വരൂപസിദ്ധി നമുക്ക് ഉണ്ടാവുന്നത്. ഈ സ്വരൂപസിദ്ധി ഉണ്ടായതിനു ശേഷം നമുക്ക് ചെയ്യുന്ന ഭക്തിയുക്ത ഭഗവത് സേവനം ഒരിക്കലും ഭാരമാവത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്വരൂപസിദ്ധിയിൽ തന്നെ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിനെ മൊത്തം 5ആയി നമുക്ക് തിരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം. അതില് എത്രയോ ഇന്നത്തെ ഈ പർപ്പട്ടിൽ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ട്. ഭക്തിരസാമൃത സിന്ധുവിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. രൂപഗോസ്വാമി എഴുതിയ ഭക്തിരസാമൃത സിന്ധുവിൽ ഇതിന്റെ വ്യത്യസ്ത സ്റ്റേജിനെ കുറിച്ച് പറയുന്നു. അതിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിട്ടും 5 ഘട്ടങ്ങളായിട്ടാണ് ഭഗവാന്റെ ആയിട്ടുള്ള ആത്മബന്ധം നമുക്ക് ഉരുതിരിഞ്ഞു വരുന്നത്. അതിൽ എല്ലാവർക്കും ഒന്നിനേക്കാളും മെച്ചം ഉള്ളത് ആണ് എന്ന് പറയാൻ പറ്റിയില്ല എങ്കിലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് മാധുര്യഭാവമാണെന്ന് ഇതിലെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. അതായത് ഒന്നാമത്തെ നമ്മുടെ ഭഗവാൻ നമ്മുടെ ബന്ധത്തിൽ ഏതോ ഒന്നിൽ 5 എണ്ണത്തിൽ ഏതോ ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ഭഗവാനായിട്ട് ഉണ്ട്. അതിൽ ചിലപ്പോൾ ഒന്നാമത്തെ ബന്ധമായിരിക്കാം, രണ്ടാമത്തെ ബന്ധമായിരിക്കാം, മൂന്നാമത്തെ ബന്ധമായിരിക്കാം, നാലാമത്തെ ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ 5ാമത്തെ ബന്ധമായിരിക്കും. ഇതിൽ ഏതോ ഒന്ന് ഭഗവാനായിട്ട് നമുക്ക് ഉണ്ട്. അത് എന്ത് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയില്ല. സാധന ചെയ്ത് വരുമ്പോഴേ ആ സ്വരൂപ അവസ്ഥ എന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. എന്തായാലും അതിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്. പുറപ്പെട്ടിൽ പറഞ്ഞിരിക്കുന്നു പ്രഭുപാദ്, ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തമായ ഉടനെയുള്ള ആത്മസാക്ഷാത്കാര അവസ്ഥയെ ശാന്തം അഥവാ നിഷ്ക്രിയ അവസ്ഥ എന്ന് പറയും. ഈ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഭഗവാൻ എന്നുള്ളൊരു ശക്തി ഉണ്ടെന്നും നമ്മളെക്കാളും ഉപരിയായ ഒരു ശക്തിയാണെന്നും നമ്മുടെ അധികാര പരിധിയും കൺട്രോളും കഴിവും ഉള്ളതിന്റെ അപ്പുറം ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അത് കോടാനുകോടി ജന്മങ്ങളിലുള്ള ജ്ഞാനം കൊണ്ട് മാത്രമേ നമ്മൾ അങ്ങനെ സമ്മതിക്കത്തുള്ളൂ. അതുവരെ നമ്മൾ ചിലപ്പോൾ ഭഗവാനെ തള്ളി പറയുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ കോടിക്കണക്കിന് ജന്മത്തിന്റെ അറിവ് കൊണ്ട് നമ്മൾ ഭഗവാൻ ഉണ്ട് എന്ന് സമ്മതിക്കും. ആ അവസ്ഥയിൽ നമ്മൾ ഇറങ്ങിച്ചെന്ന് ഭഗവത് സേവനമൊന്നും നമ്മൾ ചെയ്യത്തില്ല. പകരം ഒരു ന്യൂട്രൽ അവസ്ഥ, ഭഗവാൻ ഉണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരു ന്യൂട്രൽ അവസ്ഥ. ആ ന്യൂട്രൽ അവസ്ഥയാണ്
ശാന്തരസം അല്ലെങ്കിൽ നിഷ്ക്രിയ അവസ്ഥ എന്ന് പറയുന്ന ഇതിനെയാണ് രസം എന്ന് ഭഗവാൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു രസം എന്ന് പറയും. ആ രസത്തിൽ ഒന്നാമത്തെ രസം എന്ന് പറയുന്നത് ശാന്തരസം. അപ്പോ വളരെ വിശാലമായ ഒരു ഭക്തിത്വ സേവനം നമ്മൾ ചെയ്യത്തില്ല, എന്നാൽ ഭഗവാൻ ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കും. ഒരു ന്യൂട്രൽ അവസ്ഥ, അതാണ് ശാന്തരസം എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഭഗവാൻ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ ആ ശാന്തരസമായിരിക്കും നമ്മൾ നാച്ചുറലായിട്ട് നമുക്കുള്ള സ്വരൂപസിദ്ധി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് രസം എന്ന് പറയുന്നത് അനന്തരം ഭഗവാന്റെ ആന്തരിക ഐശ്വര്യങ്ങളെ കുറിച്ചുള്ള അതീന്ദ്ര ജ്ഞാനം കൈവരിക്കുന്ന ഭക്തൻ ദാസ്യഭാവത്തിൽ മുഴുകുന്നു. ഈ രണ്ടാമത്തെ സ്റ്റേജ് അവസ്ഥയിൽ ആദ്യത്തെ അവസ്ഥയിൽ ഭഗവാൻ ഒരു ബ്രഹ്മമാണെന്നോ ഭഗവാൻ ഒരു പരമാത്മ സാക്ഷാത്കാരമാണോ എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും, രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഭഗവാന് ഒരു രൂപമുണ്ടെന്നും ഭഗവാന്റെ ദാസനാണ് നമ്മളെന്നും നമ്മൾ സമ്മതിക്കുന്ന ഒരു അവസ്ഥ. ആ ഭാവം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഭഗവാന് സേവനം ചെയ്യാൻ തുടങ്ങും. കാരണം എന്ത്? ദാസന്റെ ജോലി സേവനമാണല്ലോ. അപ്പൊ ഭഗവാൻ ഉന്നതനാണെന്നും പരമപുരുഷനാണെന്നും നമ്മൾ അദ്ദേഹത്തിന്റെ ദാസനാണെന്നും നമ്മുടെ ജോലി ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുകയാണെന്നും ഭഗവാനെ സേവനം ചെയ്ത് സന്തോഷിപ്പിക്കുകയാണെന്നും നമ്മൾ മനസ്സിലാക്കുന്ന ആ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഭക്തിയുക്ത ഭഗവത് സേവനം സ്റ്റാർട്ട് ചെയ്യും. അത് നാച്ചുറലി ചെയ്യുന്നതാണ്, ആത്മാർത്ഥമായി ചെയ്യുന്നതാണ്, ആരും പറഞ്ഞു ചെയ്യുന്നതല്ല, സന്തോഷത്തോടു കൂടി ചെയ്യുന്നതാണ്. അപ്പോ ആ ഭാവത്തിന്റെ പേരാണ് ദാസ്യഭാവം. ആ രസത്തിന്റെ പേരാണ് ദാസ്യരസം. ഇത് തീർച്ചയായിട്ടും ശാന്തരസത്തിന്റെ ഭക്തന്മാരെക്കാളും ഉയർന്ന ഒരു സ്റ്റേജ് ഓഫ് നിലയാണ്. അത് രണ്ടാമത്തെ ഭാവം. എന്നാൽ അതിനേക്കാളും ഉയർന്ന മറ്റൊരു ഭാവമുണ്ട്. അതാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. ദാസ്യഭാവത്തിൽ ഉന്നത പുരോഗതി പ്രാപിച്ച ഭക്തന് ഭഗവാനുമായി ആദരവ് കലർന്ന ഒരു സൗഹൃദ ഭാവം വളരുകയും അതിനുപരി സമാനമായ പര്യന്ത മൈത്രിഭാവം പ്രകടമാക്കുകയും ചെയ്യുന്നു. സൗഹൃദത്തിലുള്ള ഭക്തിയുക്ത സേവനം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇതിനെയാണ് സഖ്യരസം എന്ന് പറയുന്നത്, സഖ്യഭാവം എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ഭഗവാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവുകയും ഒരു സുഹൃത്തിനെ പോലെ ഭഗവാനെ കാണാൻ തുടങ്ങുകയും എല്ലാം ഒരു സുഹൃത്തുക്കളോട് തുറന്ന് പറയുന്നത് പോലെ ഭഗവാനോട് തുറന്ന് സംസാരിക്കുകയും ചെയ്യാൻ പറ്റുന്ന മനോഹരമായ മറ്റൊരു രസത്തിന്റെ ഭാവമാണ് സഖ്യഭാവം എന്ന് പറയുന്നത്. ശ്രീ ശ്രീ ജഗന്നാഥ് ബലദേവ് സുന്ദരമയി ജി കി ജയ്. അപ്പൊ ഈ രസത്തില് നമുക്ക് ഭഗവാനെ ആരാധിക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് ഭഗവാന്റെ അടുത്ത് നമ്മൾ പെരുമാറും. ഒരു ദാസൻ ഒരു യജമാനനോട് പെരുമാറുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ട്. എന്നാൽ സുഹൃത്തിനോട് പെരുമാറുമ്പോൾ ആ ഗ്യാപ്പ് ഇല്ല, തോളിൽ കൈയിടുകയൊക്കെ ചെയ്യും, അല്ലെ? അപ്പോ അങ്ങനെ ഭഗവാനെ ഒരു വളരെ ഫ്രണ്ട്ലി മനോഭാവത്തോടു കൂടി നമ്മൾ സേവ ചെയ്യുന്ന മറ്റൊരു സ്റ്റേജ് ഓഫ് ഭക്തിയാണ് സ്വരൂപസിദ്ധിയിൽ സഖ്യഭാവം എന്ന് പറയുന്ന, സഖ്യരസം എന്ന് പറയുന്ന മൂന്നാമത്തെ സ്റ്റേജ്. നാലാമത്തെ ടൈപ്പ് ഓഫ് ഭഗവാനും നമ്മൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് സഖ്യഭാവത്തിന് ഉപരിയായി ഭഗവാനോടുള്ള മാതൃപിതൃ സ്നേഹ വാത്സല്യ അവസ്ഥയാണ് അടുത്ത ഘട്ടമായ വാത്സല്യമാണ്. ഇവിടെ ഭഗവാന് ആഹാരം കൊടുത്തോ, ഭഗവാന് വിശക്കത്തില്ലേ? ഒരു മക്കളെ നമ്മൾ വളർത്തുമ്പോൾ അവരെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കുമോ ആ രീതിയിൽ ഭഗവാനോട് ഭഗവാൻ എന്നുള്ള സ്ഥാനം മറന്ന് നമ്മൾ അദ്ദേഹത്തിനെ സേവിച്ചാലേ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ വളരെ വാത്സല്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി, വളരെ ഒരു മക്കളെ പോലെ ഭഗവാനെ കാണുന്ന ഒരു ഉയർന്ന നിലയോ ഭക്തിയുടെ പേരാണ് വാത്സല്യഭാവം എന്ന് പറയുന്നത്, വാത്സല്യ രസം എന്ന് പറയുന്നത്. അപ്പൊ അത് അടുത്ത ടൈപ്പ് ഓഫ് ഒരു ഭക്തി ലെവലാണ്. അത് ചിലപ്പോൾ അതുമായിരിക്കാം നമ്മളിൽ ഓരോരുത്തർക്കും ഭഗവാനോടുള്ള ബന്ധം, യഥാർത്ഥ ബന്ധം. ലാസ്റ്റ് ആൻഡ് ടോപ്പ് മോസ്റ്റ് അവസ്ഥ ഭക്തിയിൽ എന്ന് പറയുന്നത് മാധുര്യഭാവമാണ്. ഇതിനു ഉപരിയാണ് അന്തിമഘട്ടമായ മാധുര്യഭാവം. മാധുര്യഭാവം എന്ന് പറയുമ്പോൾ ഭഗവാനെ ഒരു കാമുകനെ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന അതിശക്തമായ ഗാഢമായ ഒരു വളരെ അതിശക്തമായ ആത്മബന്ധം, ഒരു സോൾമെറ്റിനെ പോലെ നമ്മൾ ഭഗവാനെ കാണുന്ന ഒരു വളരെ പ്രേമഭരിതമായ ഒരു മാധുര്യമായ ഒരു ബന്ധം. അതായിരിക്കാം ഒരുപക്ഷെ നമ്മളും ഭഗവാൻ തമ്മിലുള്ള ബന്ധം. അപ്പൊ ഇതില് ഓരോ ഘട്ടത്തിലും ഘട്ടമായിട്ട് നമ്മൾ പടിപടിയായിട്ട് ഉയരണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മളിൽ ഇതിൽ ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഭാവമായിരിക്കും നാച്ചുറലി നമ്മുടെ യഥാർത്ഥ സ്വരൂപാവസ്ഥ. അപ്പൊ എല്ലാവർക്കും മാധുര്യഭാവത്തിൽ ചിലപ്പോൾ എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചിലപ്പോൾ അവരും ഓരോരുത്തർക്കും ഭഗവാനായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ വാത്സല്യ ഭാവം അല്ലെങ്കിൽ ദാസ്യഭാവം എന്നൊക്കെ ആയിരിക്കും. പക്ഷേ എന്തായാലും ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് മാധുര്യഭാവമാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മാധുര്യഭാവത്തിൽ തന്നെ നമുക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. കാരണം നമ്മുടെ സ്വരൂപ അവസ്ഥ എന്ന് പറയുന്നത് ഒരു പക്ഷെ അതിന് താഴെയുള്ള മറ്റേതെങ്കിലും
അവസ്ഥ ആയിരിക്കാം. അത് നാച്ചുറലി നമ്മൾ സാധനാ ഭക്തി ചെയ്തു വരുമ്പോൾ ഉരുത്തിരിഞ്ഞ് വരുമെന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഈ ജന്മത്തിൽ, അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷം. എന്തായാലും ആ ഒരു ആത്മബന്ധം നമുക്ക് തിരിച്ചറിയാൻ തീർച്ചയായിട്ടും യുഗധർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. സത്യയുഗത്തിൽ കൊടും തപസ്സാണ്, ത്രേതായുഗത്തിൽ യജ്ഞങ്ങൾ, ദ്വാപാരയുഗത്തിൽ ക്ഷേത്രാരാധന, വിഗ്രഹാരാധന. എന്നാൽ കലിയുഗത്തിൽ അത് ഹരിയുടെ തിരുനാമ ജപം കൊണ്ടാണ് ആ സാധനാ ഭക്തി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ ഈ സ്വരൂപസിദ്ധി കിട്ടുമ്പോൾ നമുക്കുണ്ടാവുന്ന ഓരോ അവസ്ഥയിലും നമുക്ക് ഒന്ന് രണ്ട് ഭക്തന്മാരുടെ ഉദാഹരണം നമുക്ക് പറയാൻ കഴിയും, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ. ഉദാഹരണത്തിന് ദാസ്യഭാവം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഹനുമാനെ നമുക്ക് ദാസ്യഭാവമുള്ള ഭക്തനാണെന്ന് പറയാം. ഈ ഇസ്കോണിലുള്ള എല്ലാ ഭക്തന്മാരുടെയും പേരിന്റെ അവസാനം ദാസൻ അല്ലെങ്കിൽ ദാസി എന്ന് പറയുന്നുണ്ട്. എന്റെ പേര് കഥാ അമൃത കൃഷ്ണദാസ്, ഐശ്വര്യ ദേവി ദാസി, ആനന്ദസാഗർ കൃഷ്ണദാസ്, ബാല രാമചന്ദ്രദാസ്. അങ്ങനെ എല്ലാവരുടെയും പുറകെ ദാസ് കോമൺ ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ ചാടിക്കയറി മാധുര്യ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ചാടിക്കയറി മറ്റേത് ഭാവവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദാസ്യഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലുള്ള യഥാർത്ഥ ഭഗവാനുമായിട്ടുള്ള ആത്മബന്ധം ഉരുത്തിരിഞ്ഞ് വന്നോളും. അപ്പൊ നാച്ചുറലി നിങ്ങൾ അതിനകത്ത് അടുത്ത ഭാവങ്ങൾ കാണിച്ചോളും. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറ്റു ഭാവങ്ങൾ നിങ്ങൾ സ്വയമേ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. എങ്കിൽ നമ്മൾ സഹജിയാസ് ലെവലിൽ പൊയ്ക്കോളും. അതുകൊണ്ട് നിങ്ങൾ ദാസഭക്തി മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി എന്നാണ് നമ്മുടെ ബ്രഹ്മമത ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിലെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എനിവേ, ദാസ്യം ഏറ്റവും വളരെ മനോഹരമാണ്. അതിലുള്ള രസം തന്നെ വളരെ ആനന്ദഭരിതമാണ്. ശരിയായ യോഗ്യനായ ഒരു ഗുരുവിനെ ഒരു ശിഷ്യൻ സേവിക്കുമ്പോൾ കിട്ടുന്ന ദാസ്യ മനോഭാവത്തോടുകൂടിയുള്ള ആനന്ദരസം, അത് തന്നെ ഒരാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ടോപ്പ് മോസ്റ്റ് രസം തന്നെയാണ്. അതുകൊണ്ട് അതിനപ്പുറമുള്ള രസം നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഭഗവാനായിട്ടുള്ള ബന്ധത്തിൽ ദാസ്യഭാവം പ്രാക്ടീസ് ചെയ്യാനാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ചില ഉന്നത ഭക്തന്മാർക്ക്, അതായത് ശ്രീ അർജുനനെ പോലുള്ള ആൾക്കാർക്ക് ഭഗവാനോടുള്ള സഖ്യരസമുണ്ട്. അദ്ദേഹത്തിന് തോളിൽ കൈയിട്ട് ഭഗവാനോട് നടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അദ്ദേഹത്തിന്റെ തേരാളിയായി ഇരിക്കാൻ ഉള്ള ഭാഗ്യം അർജുനന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ഫോളോ ചെയ്യാൻ പാടില്ല. അത് നാച്ചുറലി അർജുനനും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധം, സ്വരൂപ അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഖ്യ മനോഭാവമാണ്. എന്നാൽ ഭീഷ്മദേവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭീഷ്മദേവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് രഥാംഗപാണിയായ കൃഷ്ണനും യുദ്ധം ചെയ്യുന്ന ഭീഷ്മദേവനും തമ്മിലുള്ള ആത്മബന്ധമാണ്. ഭീഷ്മനും ഭഗവാനുമായിട്ടുള്ള ബന്ധമുള്ളത്. ഉടനെ നമ്മൾ കയറി ഭീഷ്മദേവനെ പോലെ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ നിന്നളയരുത്. അത് അവർ തമ്മിലുള്ള ബന്ധമാണ്. അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് പാടില്ല. അതേപോലെ ഭഗവാനും യശോദാദേവിയും നന്ദഗോപരും തമ്മിലുള്ള ബന്ധം, ഭഗവാനും ദേവകി മാതാജിയും വാസുദേവനും തമ്മിലുള്ള ബന്ധം, ഭഗവാന്റെ അച്ഛനമ്മ എന്നുള്ള ബന്ധമാണ്. അങ്ങനെ നമ്മൾ ഈ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ ദാസ്യഭക്തി തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. മാധുര്യഭാവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം, മാധുര്യഭാവം. ഭഗവാന്റെ പത്നിമാരും ഭഗവാനും തമ്മിലുള്ള ആത്മബന്ധം, മാധുര്യഭാവം. ഇതൊന്നും നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. അത് നാച്ചുറലി നമുക്ക് ഭഗവാനായിട്ട് അങ്ങനെ ഒരു ബന്ധം യഥാർത്ഥത്തിൽ സ്വരൂപമായിട്ട് ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ ദാസഭക്തി ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വെളിവായി പോകും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ദാസഭക്തി മാത്രം. അതിലൊരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ പേരില് ദാസൻ, ദാസി എന്ന് നമ്മുടെ ആചാര്യന്മാര് ദാസി എന്നുള്ള പേര് നമുക്ക് വ്യക്തമായി അണിയിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായ ഈ അടുത്ത ലെവൽ ഓഫ് നമ്മുടെ ഭക്തിയിൽ നമ്മുടെ ഭാവങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ അവതാരികയിൽ തന്നെ ശ്രീല പ്രഭുപാദർ നമുക്ക് വളരെ നല്ല വിവരണം തന്നിട്ടുണ്ട്. ശരിക്കും തുടക്കകാലത്തുള്ള ഭക്തന്മാർക്ക് ഇതൊക്കെ പെട്ടെന്ന് ദഹിച്ചെന്ന് വരത്തില്ല. എന്നാൽ റെഗുലർ ആയിട്ടുള്ള ശ്രീമദ് ഭാഗവത പഠനത്തിലും ഭാഗവത ക്ലാസ്സിലും ഒക്കെ വന്നു പോയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശരിയാണ്, നമുക്ക് ഭഗവാനായിട്ട് ഒരു ബന്ധം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു ഉള്ളിൽ തട്ടിയ ഒരു റിയലൈസേഷൻ നമുക്ക് പതുക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഇതിന് നമുക്ക് ഭഗവാനുള്ള ബന്ധം നമുക്ക് വെളിവായി കിട്ടാൻ ഏറ്റവും എളുപ്പമാർഗം എന്ന് പറയുന്നത് റെഗുലർ അറ്റൻഡൻസ് ഓഫ് ശ്രീമദ് ഭാഗവതം, റെഗുലർ റീഡിംഗ് ഓഫ് ശ്രീമദ് ഭാഗവതം. ശ്രീല പ്രഭുപാദറിന്റെ പുസ്തകത്തിന്റെ പർപ്പട്ട് തന്നെ വായിക്കുകയാണെങ്കിൽ നമുക്ക് വഴിതെറ്റിക്കപ്പെടാതെ ശരിക്കും ഭക്തിത്വ ഭഗവത് സേവനത്തിൽ നന്നായി നമുക്ക് ഉയരാൻ കഴിയും. അതിന് നമുക്ക് ഈ ഡെയിലി നടക്കുന്ന ഈ ശ്രീമദ് ഭാഗവതം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഹരേ കൃഷ്ണ. ഇന്ന് അല്പം ലേറ്റായി പോയി. അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ട് വായിക്കാറുള്ള ശ്രീമദ് ഭാഗവത്തിലെ ഓരോ ക്യാൻഡിയിലും
നമുക്ക് വായിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും എന്നുള്ള രീതിയിൽ ശ്ലോക വൈസ് നമ്മളൊരു ചർച്ച ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് വേണ്ട, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ദയവായി ചോദിച്ചാൽ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. നന്നായിരിക്കുന്നു പ്രഭുജി. നാച്ചുറല് പറഞ്ഞില്ലേ, അതില് ഗോപികമാരുടെ മാധുര്യ പ്രേമ, അതിനൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഉദ്ധവരെ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് വിടുന്നുണ്ട്. അതായത് ഭഗവാൻ ഇരുന്ന് കരയുമ്പം ഇങ്ങനെ വൃദ്ധവർക്ക് ഒരു അത്ഭുതം തോന്നും. അപ്പൊ ഒന്ന് പരീക്ഷിക്കാനായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് വൃന്ദാവനത്തില്. അപ്പൊ വൃന്ദാവനത്തില് ഉദ്ധവർ ചെല്ലുമ്പോ അവിടെ കാണുന്നതൊക്കെ കണ്ടിട്ട് ആദ്യം തന്നെ രാധാറാണിയുടെ സഖിമാരോട് ചോദിക്കും. അവരിങ്ങനെ ഒന്നും ഇല്ലാതെ ഭഗവാന്റെ നാമധേയമൊക്കെ പറഞ്ഞുകൊണ്ട് അവര് നിസ്സാരമായിട്ട് നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ചോദിക്കും, നിങ്ങൾ ശാസ്ത്രം ഒന്നും പഠിക്കില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഇവർക്ക് ഒരു വിഷമം തോന്നും. അവൻ പറയും, ഞങ്ങളുടെ ഒരു നേതാവുണ്ട്, വരട്ടെ ഞങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയും. അതേ രാധാറാണിയാ. അപ്പൊ രാധാറാണിയോട് പറയും, ഇങ്ങനെ ഉദ്ധവര് ചോദിക്കുന്നു. അപ്പൊ രാധാറാണി ഇങ്ങനെ പറയും, ശാസ്ത്രം അതിവിടെ ആർക്ക് വേണം? അതായത് ആ പ്രഭു പറഞ്ഞതിന്റെ ആ ടോപ്പ് ലെവലിലെത്തിയ അവര്, അത് ഈ ഗോപികമാരെന്ന് പറയുന്ന, അതായത് ദേവന്മാരുടെ പ്രാർത്ഥനയിൽ സംപ്രീതനായിട്ട് ദേവന്മാര് ചോദിക്കും, ഞങ്ങൾക്ക് ഗോപികമാരെ വേഷം കെട്ടുകാനോ അല്ലെങ്കിൽ വൃന്ദാവനത്തിലെ സഖികളുടെ കൂടെ കൂടാനോ ഉള്ള ഒരു ഭാഗ്യം തരണമെന്ന് പറയുമ്പോ അത് മാത്രം തരില്ല, ഞാൻ ബാക്കി എന്തും ചോദിക്കണമെന്ന് പറയും. അതുപോലെ അത്രയും, അതായത് ഗായത്രി വരെ ഗോപികമാരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അതല്ലേ പ്രഭുജി, ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടോ? ഹരേ കൃഷ്ണ. നന്നായി പറഞ്ഞു. മാധുര്യഭാവത്തിന്റെ ശ്രേഷ്ഠമായ അവസ്ഥയെ കുറിച്ചാണ് മാതാജി പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ഉന്നത ഭക്തിയുടെ ഭാവങ്ങളാണ് അതെല്ലാം. ഇതിലൂടെയൊക്കെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അവസ്ഥയിൽ എത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ തന്നെയാണത്. അപ്പോ ആ സ്റ്റേജിൽ നമുക്ക് സാധാരണ ഗതിയിലുള്ള ചിട്ടവട്ടങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ശാസ്ത്രം വേണം, നമുക്ക് സാധന വേണം. അതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യാൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞത്. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം വേണം, പക്ഷെ ആ ഗോപികമാർക്ക് ഇതൊന്നും ആവശ്യമില്ല. അത് ഉന്നത സ്റ്റേജാണ്. അതിന്റെ ന്യായവും നീതിയെല്ലാം വേറെയാണ്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് ജഗന്നാഥപുരിയിൽ പോകുമ്പോൾ അവിടെ പാണ്ഡാസ് ഭഗവാനെ ആരാധിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ ഭഗവാൻ അടിയൊക്കെ കൊടുക്കും. ആ അടി നമുക്ക് കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ കൊടുക്കും. എങ്ങനെ കൊടുക്കും ഭഗവാൻ അടി? അപ്പൊ അവരുടെ ഭഗവാനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഒരു സഹോദര സ്നേഹമോ അല്ലെങ്കിൽ ഒരു സഖ്യരസമോ ഒക്കെ വച്ചായിരിക്കും അവർ, അല്ലെങ്കിൽ വാത്സല്യ രസം എന്നുള്ള രീതിയിൽ മക്കളെ അമ്മ അച്ഛനന്മാരടിക്കും. ആ ലെവലിലൊക്കെയാണ് അവര് ഈവൻ നാച്ചുറലി ഫോളോ ചെയ്യുന്നത്. പക്ഷെ അത് നമുക്ക് ദാംവാസികൾ ചെയ്യുന്നത് പോലത്തെ ഭക്തി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. എന്നതുപോലെ മാധുര്യരസത്തിലുള്ളപ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയിലൂടെയുള്ള ആക്ടിവിറ്റീസ് ഒരിക്കലും ദാസ്യരസത്തിൽ വർത്തിക്കുന്ന ഭക്തന്മാര് ഫോളോ ചെയ്യാൻ കഴിയും. പക്ഷെ അത് ഉന്നത സ്റ്റേജ് തന്നെയാണ്. പക്ഷെ നമുക്ക് നാച്ചുറലി അത് വരണം. നാച്ചുറലി വന്നില്ല എങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പാടില്ല. താങ്ക് യു മാതാജി, വളരെ നന്നായിരിക്കും. താങ്ക് യു. ഹരേ കൃഷ്ണ. പ്രഭുജി, ഒരു സംശയം. നമ്മളുടെ സ്വരൂപം ഇപ്പൊ ദാസ്യമോ അല്ലെ ശാന്തഭാവമോ ആണെന്നിരിക്കട്ടെ, അത് ഉയർത്താൻ പറ്റില്ലേ? പറ്റും മാതാജി. പക്ഷെ നമ്മൾ ഉയർത്താൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത് നാച്ചുറലി വന്നു ചേരുമെന്നാണ്. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പൊ നമ്മള് മാധുര്യ രസത്തിലോ അല്ലെങ്കിൽ ഒരു വാത്സല്യ രസത്തിലോ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സഖ്യരസത്തിൽ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അല്പം ഭഗവാനെതിരെ ഒഫൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പ്രഭുജി, ഇമിറ്റേറ്റ് ചെയ്യല്ല, ഇസ് ഇറ്റ് പോസിബിൾ? നമ്മൾ ദാസ്യരസമാണ് നമ്മുടെ നാച്ചുറൽ സ്വരൂപമെങ്കിലും ഇസ് ഇറ്റ് പോസിബിൾ അത് സഖ്യമാക്കാൻ ഒക്കെ സാധിക്കുമോ? ഉറപ്പായിട്ട് പോസിബിൾ ആണ്. കാരണം നമ്മൾ ദാസഭക്തി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാവരും ഭഗവാന്റെ ദാസഭക്തിയിലുള്ള ആൾക്കാര് ആവണമെന്നില്ല. ഇതിൽ ഏതെങ്കിലുമൊക്കെ കുറെ ഭക്തന്മാര് ഭഗവാനായിട്ടുള്ള സ്വരൂപ അവസ്ഥയിൽ ചിലപ്പോ ദാസ്യഭക്തി അല്ലാതെ സഖ്യഭക്തിയിലുള്ള ബന്ധമുള്ള ആത്മാവായിരിക്കും ഒരു പക്ഷെ, അല്ലെങ്കിൽ ഭഗവാന്റെ മാധുര്യരസത്തിൽ ഒരു ഭക്തനായിരിക്കും. ചില ഭക്തന്മാര് ഭഗവാനായിട്ടുള്ള സഖ്യരസത്തിലുള്ള ഭക്തന്മാരായിരിക്കും. പക്ഷെ നമ്മളിൽ ഓരോരുത്തരും ഇതിൽ ഏത് എന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ, മാലിന്യങ്ങളുള്ള ഒരു ബോധമണ്ഡലമുള്ള ഈ അവസ്ഥയിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ സേഫായിട്ട് പ്രാക്ടീസ് ഭഗവാനെതിരെ ഒഫൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റിയത് ദാസ്യരസം ആയതുകൊണ്ടാണ് ആചാര്യന്മാര് ദാസ്യരസ പ്രാക്ടീസ് ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
ശാന്തരസത്തിൽ സേവനം ഇല്ലാത്തത് കൊണ്ട് ശാന്തരസം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദാസ്യരസം മുതലാണ് സേവനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദാസ്യസേവനം സ്റ്റാർട്ട് ചെയ്തോളുക. അതിന് മേളിലുള്ള സഖ്യരസവും വാത്സല്യരസവും മാധുര്യരസവും നാച്ചുറലി നിങ്ങൾ ഓരോരുത്തരും ഏത് അവസ്ഥയാണ് ഭഗവാനായിട്ട് സാക്ഷരമായി ഉള്ളത് അത് ഭാവിയിൽ നിങ്ങൾക്ക് സ്വയമേ വെളിവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഉന്നത അധികാരി എന്നുള്ള സ്റ്റേജിൽ നമ്മൾ എത്തുമ്പോഴാണ് നമുക്കത് വെളിവായി കിട്ടുന്നത്. അതുവരെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാതെ ദാസ്യം തന്നെ പ്രാക്ടീസ് ചെയ്യാനാണ് പറയുന്നത്. കാരണം മറ്റുള്ള ഭാവത്തിൽ നമ്മൾ ഭഗവാനായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ഭഗവാനെതിരെ ഒഫൻസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് ആചാര്യന്മാര് അത് ഇമിറ്റേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഓരോ ഭക്തന്മാർക്കും വ്യത്യസ്ത സ്റ്റേജ് ആണ് ഭക്തിയുദ്ധ ഭഗവത് സേവനത്തിൽ ഉള്ളത്. അത് അവര് ദാസഭക്തി പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സ്വയമേവ വെളിപ്പെട്ട് കിട്ടിക്കും ഭാവി. സോറി മാം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഒരു സംശയം കൂടി പ്രഭുജി, നമുക്ക് ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ടെമ്പിളിൽ വരാതെ വീട്ടിലിരുന്ന് എടുക്കാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ കിട്ടില്ലേ? താങ്ക് യു മാജി, താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയട്ടെ മാജി. നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങിയതിന്റെ ഉദ്ദേശം ക്ഷേത്രത്തിൽ ആൾക്കാർ വരണം എന്നുള്ളത് ദേവേന്ദ്ര പ്രഭു വൈഷ്ണവ പ്രഭു പറഞ്ഞതുകൊണ്ട്. അപ്പോ നമ്മള് ഈ ക്ഷേത്രത്തിൽ ഈ ക്ലാസ് നടക്കുന്നു എന്നറിയുമ്പോൾ കുറെ ആൾക്കാർ ഓൺലൈൻ അല്ലാതെ നേരിട്ട് വരാൻ അവർ ശ്രമിക്കും. ഇപ്പൊ ക്ലാസ് ഇന്നലെ മിസ്സായതില് മാതാജിയെ പോലെ വിഷമിക്കുന്ന ഒരുപാട് ഡോട്ടീസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടുള്ള ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാല് അടുത്ത ആഴ്ച തന്നെ ഒരു മാസത്തേക്കുള്ള ലിസ്റ്റ് നമുക്കിടാൻ ഭക്തന്മാർ മുന്നോട്ട് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അതിന്റെ സന്തോഷം. അപ്പോ ഈ മുന്നോട്ട് വരാൻ വേണ്ടി ഒരു വേദന ഇന്നലത്തെ ക്ലാസ് ഇല്ലാത്തത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു. അപ്പോൾ ഓരോ ഭക്തന്മാരും ക്ഷേത്രത്തിൽ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ക്ഷേത്രം 4 പേര് അറിയും. ക്ഷേത്രത്തിന്റെ ശരിയായ ഉപയോഗത്തിൽ നമ്മൾ ഉപയോഗിക്കാനും തുടങ്ങും. പിന്നെ നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഒരു അവസരമായി ഓൺലൈനായിട്ടും കൂടെ ക്ലാസ്സിൽ കയറാനുള്ള അവസരം കൊടുക്കുന്നു തന്നെയേ ഉള്ളൂ. ഇനി ഒരു പക്ഷേ നമ്മൾ ഡയറക്റ്റായിട്ട് ക്ഷേത്രത്തിൽ നിന്നല്ല ക്ലാസ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആരും ക്ഷേത്രത്തിൽ വരില്ല. ഒരിക്കലും ക്ഷേത്രത്തിൽ വരണമെന്ന് ആർക്ക് തോന്നത്തുമില്ല. കാരണം പിന്നെ എല്ലാം ഓൺലൈനായി പോകും. അപ്പൊ അത് ഒഴിവാക്കാനാണ് ക്ഷേത്രത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്ന ആള് ക്ലാസ് എടുക്കണമെന്ന് പറയുന്നത്. അത് മാസത്തിൽ ഒന്നായിക്കോട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിന് നമ്മൾ ഭഗവാന് കിച്ചൺ സർവീസ് ചെയ്യാൻ ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ദിവസം ആൾക്കാർ എന്ത് ചെയ്തു, കിച്ചണിൽ വന്ന് ഒരു ദിവസം മാസത്തിലെ ഡേറ്റ് തന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നു. അങ്ങനെ ആകുമ്പോൾ ക്ഷേത്രമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും ഷെഡ്യൂൾ ഉൾപ്പെടുത്താം. ഒരു മാസത്തിൽ 30 ദിവസം ഉണ്ട്. 30 ദിവസം 30 ഡ്യൂട്ടീസിനെ കൊണ്ട് നമുക്ക് ഷെഡ്യൂൾ ഉൾപ്പെടുത്താം ക്ലാസ് എടുക്കാൻ വേണ്ടി. പക്ഷെ ക്ഷേത്രത്തിൽ വന്ന് തന്നെ ചെയ്യണമെന്ന് നിർബന്ധം. അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇപ്പോൾ ഓൺലൈൻ്റെ പുറകെയാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ ഗുണം ആർക്കും കിട്ടാതെ പോകും. അപ്പൊ അതുകൊണ്ടാണ് മാതാജി ദയവായി ക്ഷമിച്ചത്. തീർച്ചയായിട്ടും നമുക്ക് ക്ഷേത്രത്തിൽ വന്ന് ക്ലാസ് എടുക്കുന്ന രീതിയിൽ എല്ലാ ഭക്തന്മാരെയും ഉൾപ്പെടുത്തി നമുക്കത് ചെയ്യാവുന്നതാണ്. പ്ലീസ്. താങ്ക് യു മാതാജി. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഭാഗവതം ക്ലാസ് നമുക്ക് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാം. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് കി ജയ്. ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ഹരി.